friends, welcome to Tasty Bowl. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ബട്ടർ മസാല. So let's get started and check out the recipe. വെജിറ്റബിൾ ബട്ടർ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആദ്യം ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. നമ്മളിവിടെ ബട്ടർ മാത്രമാണ് ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് റഫ്ലി അരിഞ്ഞ ഒരു വലിയ സവാള, ഒരു വലിയ തക്കാളി, കുതിർത്ത കാഷ്നട്ട്സ് 15 എണ്ണം എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. 2 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യുക. അടുത്തതായി നമ്മൾ മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ആകാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ മിക്സ് ചൂടാറിയതിനു ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു മിക്സർ ജാറിൽ നന്നായി അരച്ചെടുക്കുക. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. ഇതിലേക്ക് 1 പൊട്ടറ്റോ, 8 ബീൻസ് എന്നിവ ചേർത്ത് 2 മിനിറ്റ് വഴറ്റുക. ഇതിലേക്ക് 1 ക്യാരറ്റ്, 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് ആഡ് ചെയ്യുക. ഗ്രേവിയുടെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനായി ആവശ്യത്തിന് ചൂടുവെള്ളം ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് 1 നുള്ള് ക്രഷ്ഡ് പെപ്പറും 1 ക്യാപ്സിക്കവും കൂടി ചേർക്കുക. മീഡിയം ഫ്ലെയിമിൽ 6 മിനിറ്റ് നേരം അടച്ചുവെച്ച് വേവിക്കുക. ഇനി ഗാർണിഷിങ്ങിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. കസൂരി മേത്തി ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചു ചേർക്കുക. വെജിറ്റബിൾ ബട്ടർ മസാലയ്ക്ക് കുറച്ചുകൂടി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കസൂരി മേത്തി ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചു ചേർക്കുന്നത്.
സോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബട്ടർ മസാല തയ്യാറായിരിക്കുന്നു. ഇത് റൈസ് ഐറ്റംസിൻ്റെ കൂടെയും ബ്രെഡ് ഐറ്റംസിൻ്റെ കൂടെയും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. സോ നിങ്ങൾ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.